കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോമിഷൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 1ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് തന്നുകൊണ്ട് തന്നെ നാനോമിഷൻ്റെ ആദ്യത്തെ സീസൺ സക്സസ്ഫുള്ളി തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സീസൺ 2നും അതേപോലെ തന്നെ ഒരു സപ്പോർട്ട് വേണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. സീസൺ 2 ഒരു രക്ഷ കാണുന്നില്ല. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഈ സീരീസ് വീണ്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അത് ഞാൻ വാക്കായിരുന്നു. സോ അധികമൊന്നും പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സീസൺ 1 ഫുള്ള് കാണാൻ മറക്കണ്ട. അതിൻ്റെ ലിങ്ക് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ ഹ്യോബോങ്ങാട്ടെ നല്ല ഉറക്കമായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ എൽഡർ ഡാൻഹോ ആട്ടെ അവിടുന്ന് എഴുന്നേക്കുകയും അവൻ നേരെ പുറത്തേക്ക് പോവുകയും ചെയ്യും. എന്തായാലും അർദ്ധരാത്രി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ ഉറങ്ങിക്കാണും. അതിനുശേഷം അവൻ ആ റൂം തുറക്കുവാണ്. പക്ഷേ പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം അവിടെയായിട്ട് ആ ഒരു ഓൾഡ് മാൻ ഇല്ലായിരുന്നു. അല്ല, അദ്ദേഹം കണ്ടിട്ട് കമ്പിളിയൊക്കെ നന്നായിട്ട് ചുളുങ്ങിക്കിടക്കുവാണ്. സോ മേ ബി ഇപ്പോഴടുത്തെങ്ങാനായിരിക്കും ഇറങ്ങിപ്പോയിട്ടുള്ളത്. പുറത്ത് നല്ല മഴയുള്ള കാരണം തന്നെ എനിക്ക് അധികം നന്നായിട്ട് സെൻസ് ചെയ്യാനും പറ്റുന്നില്ല. എൻ്റെ സെൻസ് ഞാൻ ഒന്നുകൂടെ കൂട്ടേണ്ടതാണ്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ സെൻസ് അവൻ ഒന്നുകൂടെ വർദ്ധിപ്പിക്കും. അങ്ങനെ അവനത് കണ്ടെത്തുന്നുണ്ട്. അല്ല, പുറത്താണല്ലോ. അടുത്ത സെക്കൻഡ് തന്നെ അവൻ നേരെ പുറത്തേക്ക് ഓടി. ഇതേ സമയം അവരുടെ ആ ഒരു കുതിരേനെ കെട്ടുന്നതിൻ്റെ അകത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മുമ്പ് മറ്റാരോ വന്നല്ലേ? അല്ല, അവൻ്റെ കയ്യിരിക്കുന്നത് അതൊരു ഓറഞ്ച് ജീടല്ലേ? അത് കണ്ടാലും മാത്രമേ നമ്മുടെ ഡിവൈൻ ഫിസിഷ്യൻ കണ്ടുമുട്ടാൻ സാധിക്കത്തുള്ളല്ലോ. അപ്പോൾ അവർ സംസാരിച്ച് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു ആ ഒരു ഇൻകീപ്പർ അവൻ്റെ തലയിലേക്ക് അത് കുത്തിയിറക്കിയത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ എൽഡർ ശരിക്കും ഒന്ന് ഞെട്ടി. അടുത്ത സെക്കൻഡ് തന്നെ അവൻ നിലത്തേക്ക് വീണു. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ വിചാരിച്ചത് അവൻ നോർമലായിട്ടുള്ള ഒരാൾ മാത്രമാണെന്നാണ്. പക്ഷേ അവൻ ശരിക്കും ഒരു മാർഷ്യൽ ആർട്ട് എക്സ്പേർട്ടാണ്. അതുമാത്രമല്ല, എനിക്ക് പോലും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു എക്സ്പേർട്ട്. ഈ ഒരു സാധനത്തിന് വേണ്ടി ഞാൻ എൻ്റെ വിലപ്പെട്ട സമയം കുറേയധികം കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഒളിച്ചു നിൽക്കുന്നതിനെ പിടിച്ചാലോ? അടുത്ത സെക്കൻഡ് തന്നെ അവൻ ശരിക്കും ഞെട്ടി. പെട്ടെന്നായിരുന്നു അവൻ അവിടേക്ക് ഓടി വന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ പോയത്. എന്നാൽ അതിനു മുമ്പ് തന്നെ നമ്മുടെ എൽഡറായിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. നിനക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുമല്ലേ എന്നുകൊണ്ട് അവനത് ഡോഡ്ജ് ചെയ്തിട്ടുണ്ട്. നാശം എൻ്റെ ഈ നടു. സത്യം പറഞ്ഞാൽ എത്ര നേരം എന്നും പറഞ്ഞാൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത്. നീ ശരിക്കും ആരാണ്? ഞാൻ ആരാണെന്നോ? അത് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ ഇന്നിൻ്റെ ഓണറാണ്. അല്ല, അവൻ്റെ സ്കിൻ അത് കണ്ടിട്ട് അത് ഉറപ്പായിട്ടും അതൊരു ഫേസ് മാസ്ക് തന്നെയാണ്. നോൺസെൻസ്. അടുത്ത സെക്കൻഡ് തന്നെ ഒരു അറ്റാക്ക് അവൻ്റെ നേരെ വരെയും അവനത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും സ്ട്രോങ് ആയുള്ള ഒരു അറ്റാക്കാണല്ലോ. പെട്ടെന്നായിരുന്നു അവൻ്റെ നേരെ ഒരു ഓൾഡ് മാൻ റഷ് ചെയ്ത് വന്നത്. എന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അവൻ ഒരു കണക്കിന് അതെല്ലാം ബ്ലോക്ക് ചെയ്തു. എന്നാൽ ആ ഓൾഡ് മാൻ ശരിക്കും പവർഫുൾ ആയിരുന്നു. അവൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക് നമ്മുടെ എൽഡറിൻ്റെ കൺമുമ്പിലെത്തിയ ജസ്റ്റിന് അവനത് ഡോഡ്ജ് ചെയ്ത് മാറും. പക്ഷേ ആ ഡോഡ്ജ് ചെയ്ത സെക്കൻഡ് തന്നെ ആ ഒരു ഓൾഡ് മാൻ അവൻ്റെ കാലിലേക്ക് അറ്റാക്ക് ചെയ്ത് അവൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ എൽഡർ വിട്ടുകൊടുക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു. അവൻ തൻ്റെ കൈകൾ കുത്തി നേരെ മുകളിലേക്ക് ചാടി അവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ചൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. എന്നാൽ ആ ഒരു അറ്റാക്ക് ആ ഒരു ഇന്നിൽ പോയി വീഴുകയും അവനായിട്ട് നിസ്സാരമായി തന്നെ അത് ഡോഡ്ജ് ചെയ്യുകയും ചെയ്യും. ഇതേ സമയം തന്നെ നമ്മുടെ എൽഡറായിട്ട് നന്നായിട്ട് കഥക്കുന്നുണ്ടായിരുന്നു. നീ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല, മര്യാദക്ക് ചാകുന്നതല്ലേ നിനക്ക് നല്ലത്. അതിന് നിന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ കിടന്ന് വായിട്ടലക്കുവാണ്. അടുത്ത സെക്കൻഡ് അവൻ രണ്ടായിട്ട് മാറി. എന്നിട്ട് ഒരേ സമയം രണ്ട് സൈഡിൽ കൂടെ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. അല്ല, ഇതിലേതാണ് ശരിക്കുമുള്ളത്? അവനായിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. എന്നാൽ ആ ഒരു അറ്റാക്ക് ആ ഒരു ഫേക്കാണ് വന്ന് വീണത്. ഇതേ സമയം തന്നെ അവൻ നേരെ തലകുത്തിരെ കറങ്ങിട്ട് പറയുകയും ചെയ്യും, ഇത് ശരിക്കും ഒരു നാണക്കേടാണ്. എന്നിട്ടൊരു അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്ക് നമ്മുടെ എൽഡർ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവിടുന്ന് തട്ടിമാറി അവൻ്റെ ഷോൾഡറിലേക്ക് വന്ന് പതിച്ചു. നമ്മുടെ ഈ ഗെയിം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിന്നെ ഞാൻ പരലോകത്തേക്ക് അയക്കാൻ പോകുകയാണ്. പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. കാര്യം അടുത്ത സെക്കൻഡ് ഒരു അറ്റാക്ക് അവിടേക്ക് വന്നു. അവനാട്ടെ അത് ഡോഡ്ജ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവൻ അവിടേക്ക് വരുന്നതാണ്. മൈലോഡ്,
താങ്കൾ അപ്പോൾ ഇവൻ ശരിക്കും ഒരു ഓർഡിനറി ഇന്നോണർ അല്ലായിരുന്നല്ലേ? അപ്പോൾ വെറുതെ അല്ല നേരത്തെ അവൻ ഇന്നിൻ്റെ നേരെ അറ്റാക്ക് ചെയ്തത്. അങ്ങനെ ചെയ്തുകൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ അവൻ വിളിക്കുമായിരുന്നല്ലേ? നീ നീ ആരാണ്? ആ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും എഴുന്നേക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നീയൊക്കെ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. അടുത്ത സെക്കൻഡ് തന്നെ അവനവിടുന്ന് ചാടി പോകുകയും ചെയ്യും. നിൽക്കണം അവിടെ, നീ എവിടെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ഇയോൺ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ വളരെ നിസ്സാരമായി തന്നെ അത് ഡോഡ് ചെയ്തു മാറി. മൈലോഡ്, താങ്കൾ അവനെ ചേസ് ചെയ്യാൻ പാടില്ല. ഈ സമയത്ത് തന്നെ നമ്മുടെ ഇയോന് അവൻ്റെ പുറകെ പോകണമെന്നുണ്ടായിരുന്നെങ്കിലും അവനത് കടിച്ചു പിടിച്ച് അവിടെ നിന്നു. എന്നിട്ട് തിരിഞ്ഞ് നോക്കുകയും ചെയ്യും. അവൻ ശരിക്കും ആരാണ്? അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് വെച്ച് നോക്കാൻ നേരത്ത് എനിക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും. അവനും ഞാനും ഏകദേശം സെയിം ലെവലാണ്. അല്ല, മേ ബി അവൻ എന്നെക്കാട്ടും ഹയർ ലെവലിലാണ്. പിന്നെ കാണിക്കുന്നത് ഇയാനാട്ടെ ഡാൻ്റെ ആ ഒരു പ്രഷർ പോയിന്റിലൊക്കെ അമർത്തുന്നതാണ്. ഞാനെന്തായാലും നിന്റെ പ്രഷർ പോയിന്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നിനക്ക് ആ ഒരു രക്തം എന്തായാലും പോകത്തില്ല. നിന്റെ വൂണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യണം. മൈ ലോഡ്, റിയലി താങ്ക്സ്. ഈ സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് കുറച്ച് പേർ വന്നത്. അല്ല, നിനക്കിതെന്ത് പറ്റി? ഞങ്ങളെ ആംബുഷ് ചെയ്തതാണ്. എന്ത്? ഞാൻ മഴ കാരണം കുതിരകളെ നോക്കാണ് അവിടേക്ക് പോയത്. പക്ഷേ അവിടെ വെച്ചാണ് അവർ തന്നെ നമ്മുടെ ഇന്നോണർ കൊല്ലുന്നത് ഞാൻ കണ്ടത്. കൊന്നെന്നോ? ഈ സമയത്ത് തന്നെ ബാക്കിയുള്ളൊരു പെട്ടെന്ന് അവിടേക്ക് ഓടിച്ചെല്ലുകയുണ്ടായി. ജാങ്മൂനിയും. അല്ല, ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? അവൻ ഇന്നോണറിൻ്റെ അടുത്ത് നിന്ന് ഇൻഫോർമേഷൻ മേടിക്കാനല്ലേ പോയത്. പക്ഷേ പെട്ടെന്നാണ് അവൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അല്ല, നിനക്കുറപ്പാണ് അവൻ ഇന്നോണർ തന്നെയാണ് ഇദ്ദേഹത്തിനെ കൊന്നുവന്ന്? അതെ, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അതിനുശേഷം അവൻ ആ വാലിയിലേക്ക് ഓടിപ്പോകുകയാണ് ഉണ്ടായത്. എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അവൻ്റെ പുറകെ പോകണം. ഐറ്റം പോയിരിക്കുന്നു. എന്ത്? യെസ് സാർ. അടുത്ത സെക്കൻഡ് തന്നെ അവർ 3 പേരും കൂടെ അവിടേക്ക് പോവുകയും ചെയ്യും. എന്നാലും ഇതെന്തിനായിരിക്കും സംഭവിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു ഓർഡിനറി മനുഷ്യനല്ലായിരുന്നു, പക്ഷേ ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ ശവശരീരം, ഞങ്ങൾ അകത്തേക്ക് പോകുവാണ്. ഇവൻ്റെ ബ്ലീഡിങ് അത് കുറച്ച് ബാഡായിട്ടാണ് തോന്നുന്നത്. അകത്തേക്ക് പോക്കോ. പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. അല്ല, നീ അത് കണ്ടില്ലേ? കണ്ടു. അവൻ വെച്ചിരിക്കുന്നത് ഒറിജിനലി ഒരു ഫേസ് മാസ്ക് ആണ്. അത് ആ മഴ കാരണം തെളിഞ്ഞ് കാണാനും സാധിക്കുന്നുണ്ട്. അതിനർത്ഥം ആ ഓൾഡ് മാൻ അല്ല, ഇവന്മാരായിരിക്കുമോ അദ്ദേഹത്തിനെ കൊന്നത്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നീ മരിച്ചവൻ്റെ തല കണ്ടോ? ഇതൊരു സോഡ് ഇഞ്ചുറിയാണ്. അവർ രണ്ടുപേരും യൂസ് ചെയ്യുന്നത് ആക്സ് ആണ്, അഥവാ സേബർ. ആ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, ഈ ഒരു അബാൻഡൻ സോഡ് വാലിയിൽ വീണ്ടും എന്തൊക്കെ അനിഷ്ടം സംഭവിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. വുഡൻ സിറ്റി എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ അവിടേക്ക് പോയിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി നടന്ന പ്രശ്നങ്ങൾ കാരണമായിരിക്കും. അല്ല, സത്യമായിട്ട് എനിക്കൊന്നും പറഞ്ഞുകൂടാ. ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്. ഒരു മാസത്തിന് മുമ്പ് ഒരു 5 ദിവസത്തേക്ക് അദ്ദേഹത്തിനെ കാണാനില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് പുള്ളിക്കാരൻ തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ പിന്നെ നോർമലായിട്ട് പുള്ളിക്കാരൻ നിൽക്കുകയും ചെയ്തു. ഞാനതും ചോദിക്കാനായിട്ട് പോയില്ല, കാര്യം പുള്ളിക്കാരൻ പണ്ട് ചൂടനാണ്. 5 ദിവസം കൊണ്ട് ഒരു ഫേസ് മാസ്ക് ക്ലിയർലി തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആ സമയത്താണ് വുഡൻസിലുള്ളവർ പറയുന്നത്, സീനിയർ, ആ സമയത്താണ് നമുക്ക് അവനോടുള്ള ആ കോണ്ടാക്റ്റ് നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക്. ഇത് വിചാരിച്ചതിലും കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതാരാണ് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും സോഡ് വാലിലേക്ക് കടക്കാൻ നിർത്ത്, അതിനെപ്പറ്റി എന്തെങ്കിലും തെളിവുകൾ കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് തന്നെ ഹിയോബോങ് പറയും ചെയ്യും, ഞാൻ കുതിരകളെ റെഡിയാക്കാം. ശരി. എന്നാൽ ഹിയോബോങ് അവിടേക്ക് പോകാൻ നിർത്താണ് ആ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ ഗിയും യോൺഷിനും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ നേരത്ത് നമ്മുടെ ഹിയോബോങ്ങിന് ചെറുതായിട്ട് ചിരി വന്നു. മൈലോഡ്, താങ്കളുടെ പ്രണയത്തിൽ ഞാൻ എന്തായാലും എൻ്റെ ആശംസകൾ നേരുന്നു. പിന്നെ കാണിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ചെടികളൊക്കെ മുറിച്ച് അവർ മുന്നിലേക്ക് പോകുന്നതാണ്. അല്ല, എത്ര നേരം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുന്നത്? ഇത് തീരുന്നില്ലല്ലോ. ഇവിടെയുള്ള ചെടികളൊക്കെ എന്ത് ഉയരമാണ്. ശരിയാണ്, കമ്പിളിൽ സെൻസിൻ്റെ ഡയറക്ഷൻ തന്നെ തെറ്റിയിരിക്കുന്നു. ഇതൊരു മുട്ടുസൂചിനെ കച്ചിലിൻ്റെ അകത്ത് നോക്കുന്ന പോലെയാണ്. മാപ്പ് ക്രിയേഷൻ എന്തായാലും 5% എത്തിയിട്ടുണ്ട്. ഞാനുള്ളത് കാരണം കുറച്ചുകൂടി നന്നായിട്ട് പരിപാടി നടക്കുകയും ചെയ്യും. അല്ല, ഇനി വലത്തോട്ടാണോ ഇടത്തോട്ടാണോ പോകേണ്ടത്? ഇടത്തോട്ട് പോകൂ. യെസ് ലോഡ്. ഞാനും ഉള്ളതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് വഴി എന്തും തെറ്റത്തില്ല. പെട്ടെന്നാണ് അവൻ ആ ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങിയത്. മൈലോഡ്, താങ്കൾക്കും അത്? യെസ്. അല്ല, ഇതെന്താണ്? അതൊരു റെസൊണൻസ് അല്ലേ? എനിക്ക് തോന്നുന്നത് അത് അടുത്തെവിടെയാണെന്നാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടേക്ക് തന്നെ പോകാം. അത് കൊള്ളാം. പക്ഷെ അത് ഇത് ഡയറക്ഷനിലാണ്. പിന്നെ കാണിക്കുന്നത് അവർ നേരെ മുന്നിലേക്ക് നടക്കുന്നതാണ്. അത് വീണ്ടും സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കും. അത് ശരിക്കും മൂർച്ചയേറിയ ഒരു സ്പിരിറ്റിനെ പോലെയാണ്. പെട്ടെന്നാണ് ഹിയോബോങ്ങിന് അത് മണക്കാൻ സാധിച്ചത്. മൈലോഡ്, എനിക്ക് ചോരയുടെ മണം കിട്ടുന്നു. അല്ല, ആരോ അപ്പോൾ അടുത്ത സെക്കൻഡ് തന്നെ അവർ നേരെ മുന്നിലേക്ക് ഓടി. എന്നാൽ അവർ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് 2 പേര് അവിടെ മരിച്ച് കിടക്കുന്നതാണ്. അല്ല, ഇവർ ഇന്നലെ രാത്രി ആ കിളവൻ്റെ പുറകെ പോയവരല്ലേ?
ഇനി എങ്ങനെ ഇവർ മൈലോഡ് നമ്മൾ ഇന്നലെ ഇവരെ കണ്ടതാണ് ആ ഒരു ഇന്നിൽ വെച്ച്. അതുമാത്രമല്ല ഇവരെ കണ്ടിട്ട് അധികം നേരമായില്ല മരിച്ചിട്ട്. ശരിയാണ്, ആ മഴയത്താണ് ഇവരവരുടെ പുറകെ പോയത്. പക്ഷെ ഇപ്പോൾ എന്തായാലും അവരുടെ ചോര അവരുടെ ശരീരത്തിൽ തന്നെ ഒട്ടിപ്പിടിച്ച് കിടപ്പുണ്ട്. അതിനർത്ഥം മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ മരണപ്പെട്ടത്. ഞാനോ അനലൈസ് ചെയ്തോളൂ. കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കിയിട്ട് ഈ ബോഡി മരിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യം തന്നെയാണ്. ഇതിവരെ കൊന്നാള് ഇവിടെ തന്നെയുണ്ട്. പെട്ടെന്നാണ് ഇയോണത് ശ്രദ്ധിച്ചത്. അല്ല, ഇന്നലെ 3 പേരായിരുന്നല്ലോ ഇവിടേക്ക് വന്നത്. പക്ഷെ ഇവിടെ 2 പേര് മാത്രമേ ഉള്ളൂ. അവന്റെ ഒരു ടെക്നിക്കിന്റെ സ്ട്രെങ്ത് വെച്ച് നോക്കാറത്ത് ഇവൻ എന്തായാലും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷേ മൈലോഡ് ഇതൊന്നും നോക്കിയേ. ദേ ഇവിടെ കുറച്ച് പേർ നടന്ന കാൽപാതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് പോകുന്നത് അതെ ആ ഒരു റെസൻസ് ഉള്ള സൈഡിലേക്കാണ്. നമുക്കതിനെ ഫോളോ ചെയ്യാം. യെസ് സാർ. അങ്ങനെ അവരതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. കുറച്ച് നേരത്തിന് ശേഷമാണ് അവരൊരു കല്ലിൻ്റെ അടുത്ത് വന്നത്. അല്ല, ഇനി ഫുഡ് വർക്കില്ലല്ലോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ഥലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അതേസമയം ഒരു ഭീമൻ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മലയാണ് കാണാൻ സാധിച്ചത്. ആ ഒരു റെസൻസ് എന്തായാലും ഇതിൻ്റെ അകത്തു നിന്നാണ് വരുന്നത്. പെട്ടെന്നാണ് അവരെല്ലാവരും ഞെട്ടിധരിച്ചു പോയത്. അല്ല, ഇതെങ്ങനെയാണ്? പിന്നെ കാണിക്കുന്നത് ആ ഒരു വലിയ മലയിൽ വലിയ അക്ഷരത്തിൽ തന്നെ സോഡെന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇതേ സമയം പെട്ടെന്നായിരുന്നു ഹ്യൂബങ് പറയുന്നത്, മൈലോഡ് സൂക്ഷിച്ച്, തങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ വലിയൊരു കുഴിയുണ്ട്. പെട്ടെന്നാണ് അവനോട് നിന്നത്. അവർ നോക്കാൻ നേരത്ത് വലിയ ആഴമേറിയ ഒരു കുഴി തന്നെയാണ്. താങ്കളിപ്പോൾ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. അല്ല, അത് ശരിയാണ്, കുറച്ചുകൂടെ നോക്കാൻ നേരത്താണ് അതിൻ്റെ അകത്ത് സോഡ് മാർക്കിങ്സ് ഒക്കെ ഉള്ളതുപോലെ തോന്നുന്നത്. ഞാൻ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് അതെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് മൈലോഡ് ഇതൊന്നും നോക്കിയേ. അല്ല, ആ ഒരു വേടിൻ്റെ താഴത്ത് അതെന്താണ്? അല്ല, ഇനിയെങ്ങനെ അത് സോഡ്സ് ആണോ? പിന്നെ കാണുന്നത് അവിടെ കുറേയധികം സോഡ്സ് കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നതാണ്. എനിക്കിപ്പോഴല്ലേ മനസ്സിലായ ഇത് റെസനൻസ് ഒക്കെ എവിടെ നിന്നാണെന്ന് വന്നതെന്ന്. ഈ സോഡിൻ്റെ എനർജി ആ ഒരു സ്റ്റോണിലേക്ക് കയറിക്കൊണ്ടാണ് ഇത്ര ഗാഢതയേറിയ ആ ഒരു റെസൊണൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. മൈലോഡ്, എനിക്ക് ഒരാളെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രസൻസോ? അടുത്ത സെക്കൻഡ് ഇയോൺ കണ്ണടച്ച് സെൻസ് ചെയ്യാനും നോക്കും. ശരിയാണ്, എനിക്ക് ഒരാളെ കൂടെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണല്ലോ. അല്ല, അതെന്താണ് അവിടുന്ന്? ഹിയോബോങ്, യെസ് സാർ. ശബ്ദം കുറക്കടാ. ഞാൻ പറയുന്നവരെ ശബ്ദം കുറച്ച് എൻ്റെ പുറകെ വാ. ഓക്കെ. അങ്ങനെ അവർ വീണ്ടും മുന്നിലേക്ക് നടന്നു. അല്ല, ഇനി എങ്ങനെ ഇതിൻ്റെ അകത്തായിരിക്കോ ഡിവൈൻ ഫിസിഷ്യനുള്ളത്? മൈലോഡ്, ഇവിടെ ഒത്തിരിയധികം ഗുഹകളുണ്ടല്ലോ. ശരിയാണ്, പക്ഷേ അതിൻ്റെ അകത്തുനിന്നാണ് എനിക്കത് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാനും അത് തന്നെയാണ് സെൻസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മറ്റൊരു പ്രശ്നം നമുക്കിവിടെ ഉണ്ടല്ലോ മൈലോഡ്. ഇവിടുന്ന് അവിടം വരെ ചാടുന്നത് കണ്ടിട്ട് ഏകദേശം 3 മീറ്ററിൽ കൂടുതലുണ്ട്. താങ്കൾക്കും എനിക്കും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഹിയോബോങ്ങിനും പിന്നെ ഗ്യൂയ്ക്കും അതത്ര. എടാ, നിനക്ക് ഹിയോബോങ്ങിനെ എടുത്തേണ്ട പടക്ക് ചാടാൻ സാധിക്കുമോ? എന്തു പറ്റി? ഗ്യൂ, നിനക്ക് ഇവിടുന്ന് ചാടി അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുമോ? സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല, സാധിക്കും. അല്ല, നിന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ എടുത്തോണ്ട്. തീർച്ചയായും ഒരു കുഴപ്പമില്ല, എനിക്ക് പറ്റത്തില്ല. അടുത്ത സെക്കൻഡ് തന്നെ ഗ്യൂവിനെ അവൻ എടുക്കുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞ് നീ മുറുക്കി പിടിച്ചോടാം കേട്ടോ. ഓക്കെ. അടുത്ത സെക്കൻഡ് തന്നെ ഇയാളവിടേക്ക് പറന്നു ചെന്ന് നേരെ ഒറ്റ ചാട്ടം അങ്ങോട്ട് ചാടിയേ. ഈ സമയത്ത് ഗ്യൂവിന് അവൾ ആകാശത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. അങ്ങനെ സേഫായിട്ട് തന്നെ അവർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിൽ ഹിയോബോങ് പറയും ചെയ്യും, സാർ, ഞാൻ താങ്കളുടെ കീഴിൽ. പൊതുവെ കയറിക്കോ. എന്ത് പറ്റി? താങ്കൾ എന്നെ എടുക്കത്തില്ലേ? പിന്നെ എനിക്ക് മറ്റൊരുത്തനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമൊന്നുമില്ല, വന്ന് കയറാൻ നോക്കടാ. ഓക്കെ. പെട്ടെന്നായിരുന്നു അവൻ്റെ കാതിലും മൂക്കിലൊക്കെ കൂടെ ആ ഒരു കാറ്റ് വലിഞ്ഞ് കയറാൻ തുടങ്ങിയത്. കാര്യം അവൻ അത്ര സ്പീഡിലായിരുന്നു അവിടേക്ക് ചാടിയത് തന്നെ. അങ്ങനെ അവരും സേഫായിട്ട് തന്നെ അവിടെ വന്ന് ഇറങ്ങുകയും ചെയ്തു. നാശം, ഒരു നിമിഷത്തേക്ക് എൻ്റെ ഹൃദയം നിന്നു പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഹിയോബോങ്ങിനെ അവൻ നേരെ നിലത്തേക്ക് എടുത്ത് ഇട്ടത്. അല്ല, ഈ ഒരു മണം ഇതെന്താണ്? ഇത് കണ്ടിട്ട് എന്തോ കത്തുന്ന പോലെയാണല്ലോ. പെട്ടെന്നാണ് ഇയോൺ നേരെ നിലത്തേക്ക് ഇരുന്നത്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ഥാനത്തിൽ കൈവച്ച് ഞാനുണ്ട് അത് അനലൈസ് ചെയ്യാനും പറയുകയും ചെയ്യും. അനലൈസിങ് മെറ്റീരിയൽ അനലൈസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗൺ പൗഡർ 75%, നൈട്രേറ്റ് 10%, സൾഫറും ചാർക്കോളും 15%. ഗൺ പൗഡറോ? അപ്പോൾ ഇത് എക്സ്പ്ലോസീവ് ഉള്ള പൗഡറാണോ? യെസ്, അത് തന്നെ. അല്ല, ഇതെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. അത് മാത്രമല്ല, ഒരു പ്രസൻസ് എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു ലൈറ്റ് റേയും എനിക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. മൈലോഡ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാനോ നൈറ്റ് വിഷൻ മോഡ് ആക്ടിവേറ്റ് ചെയ്തോളൂ. ആക്ടിവേറ്റിംഗ് നൈറ്റ് വിഷൻ. ശരിയാണ്, എനിക്ക് ആരെയോ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനോ സൂം ചെയ്തേ. സൂമിങ്. അല്ല, ഇതാ 3ാമത്തെ ആളല്ലേ ആ മരിച്ചു കിടന്നതിൽ. ഇവനെന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് മാത്രമല്ല, അവൻ്റെ വായിലെന്താണ് ആ ടോർച്ച്? അല്ല, ഇനിയെങ്ങാനും
അടുത്ത സെക്കൻഡിലാണ് അവിടെ അത് സംഭവിച്ചത്. എല്ലാവരും തിരിഞ്ഞോടാൻ നോക്ക്. പക്ഷെ അവർക്കൊന്നും കാര്യം മനസ്സിലായില്ലായിരുന്നു. അടുത്ത സെക്കൻഡിൽ അവരെ 3 പേരും തീർച്ച് ബാക്കിലേക്ക് പോകുവാണ്. ഇവിടെ അവരെ 3 പേരെ പുഷ് ചെയ്ത് നേരെ ആ ക്ലിഫിലേക്ക് ഇടിയും. പിന്നെ കാണിക്കുന്നത് ഒരു വലിയൊരു എക്സ്പ്ലോഷനാണ്. നമ്മുടെ ഗിയോ ആട്ടെ ഇത് കണ്ട് ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ഇപ്പോൾ ആ ക്ലിഫിൻ്റെ നിലത്തേക്ക് വീഴുന്നത് കത്തിക്കരിഞ്ഞ് കിടക്കുന്ന നമ്മുടെ ഇയോൺ ചിയോൻ്റെ ശരീരമാണ്.